dear children, welcome to Kids Area Online, Class 5 Basic Science exam ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. അതുപോലെ ഇംഗ്ലീഷ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. മാർച്ചിൽ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാക്ക് ഫ്രൂട്ട് ഗം, ചക്കയുടെ കറയുണ്ടല്ലോ അതാണ് ജാക്ക് ഫ്രൂട്ട് ഗം cannot be washed off using water. Why? ജാക്ക് ഫ്രൂട്ടിന്റെ ഗം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാൻ പറ്റില്ല, എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, ജാക്ക് ഫ്രൂട്ട് ഗം ഫ്ലോട്ട് ഇൻ വാട്ടർ. ജാക്ക് ഫ്രൂട്ട് ഗം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. ജാക്ക് ഫ്രൂട്ട് ഗം ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കില്ല. ജാക്ക് ഫ്രൂട്ട് ഗം ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കും. ജാക്ക് ഫ്രൂട്ട് ഗം ഹാസ് മോർ വെയ്റ്റ് ദാൻ വാട്ടർ, വെള്ളത്തെക്കാളും ഭാരം കൂടുതലാണ്. ഇവിടെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ 2 ആണ്. ജാക്ക് ഫ്രൂട്ട് ഗം ഡസൻ ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കില്ല എന്നതാണ് ആൻസർ. കംപ്ലീറ്റ് ദ ടേബിൾ. സൊല്യൂട്ട്, അടുത്ത് വരുന്നത് സോൾവെന്റ്. സൊല്യൂഷൻ, ഷുഗർ വാട്ടർ ഷുഗർ സൊല്യൂഷൻ. sugar water sugar solution. salt solution കിട്ടണമെങ്കിൽ salt water salt solution. സോഡ കിട്ടാൻ കാർബൺ ഡയോക്സൈഡ് water soda. Even if there is a lot of rain, drought can occur if water is not conserved. Write 2 methods of rainwater harvesting. Rainwater harvesting 2 methods എഴുതാനാണ് പറയുന്നത്. ചെക്ക് ഡാം നമുക്ക് എഴുതാൻ പറ്റും. ചെക്ക് ഡാം എഴുതാം. സ്റ്റോൺ വാൾ എഴുതാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് related with seed dispersal. Complete the table by using suitable ones. അതിൽ ആദ്യത്തേത് ഇവിടെ ബ്രാക്കറ്റ് നൽകിയിട്ടുണ്ട്. ലൈറ്റ് സീഡ്, ഫ്ലഷി പാർട്ട്, ബേസ്റ്റിംഗ്, ലവ് ഗ്രാസ്, റബ്ബർ. ഇതിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫ്ലഷി പാർട്ടാണ്. ജാക്ക് ഫ്രൂട്ടിന്റെ അഡാപ്റ്റേഷൻ വരുന്നത് ഫ്ലഷി പാർട്ട്. അപ്പൂപ്പൻ താടിക്ക് വരുന്നത് ലൈറ്റ് സീഡ്. പോയിന്റഡ് ടിപ്പ് എന്ന് പറയുന്നത് ലവ് ഗ്രാസ്. ഡ്രം സ്റ്റിക്ക് ബൈ ബേസ്റ്റിംഗ്. Which of the following is correct regarding dicot plants? Dicot plantsൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? റെറ്റിക്കുലേറ്റ് വെനേഷൻ ഇൻ ലീവ്സ്, അത് ശരിയാണ്. പിന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റം, ഇതും ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം ശരി വരുന്നത് സ്റ്റേറ്റ്മെന്റ് സി ആണ് കറക്റ്റ് ആൻസർ, സി. Write any 2 characteristics of plants with parallel venation. പാരലൽ വെനേഷന് 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ട്. ഹാവ് only 1 cotyledon. വേറെ നമുക്ക് എന്ത് പറയാം? ഏത് റൂട്ട് സിസ്റ്റമാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ഇത് രണ്ടുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നൽകിയിട്ടുള്ളത്.
മൂന്നാമത്തെ ചോദ്യം, ദിസ് ക്വസ്റ്റ്യൻ ഹാസ് 2 parts, 3A and 3B. റൈറ്റ് either 3A or 3B. 3A വരുന്നത്, read the statements given below. Statement 1, moon is the closest celestial body to the earth. Statement 2, moon shines on its own. ഇതിൽ ആൻസർ വരുന്നത് ഇതാണ് ശരി വരുന്നത്. അപ്പോൾ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദ എർത്ത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആയിട്ട് വരുന്നത് ബി ആണ്. ബി ആണ് ശരി ഉത്തരം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 സർവീസ് പ്രൊവൈഡഡ് ടു us ബൈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉള്ള 4 സർവീസസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. റിമോട്ട് സെൻസിങ് എഴുതാം. ഡിഫൻസ് എഴുതാം, പ്രതിരോധം. മൂന്നാമത് വെദർ ഫോർകാസ്റ്റ്. നാലാമത് നേവിഗേഷൻ എഴുതാം. 4 എഴുതിയാൽ മതി. നേവിഗേഷൻ. C question, prepare 4 relevant questions for an interview with Sunitha Williams, who returns from ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിയ സുനിത വില്യംസിനോട് ചോദിക്കേണ്ട 4 അതുമായി ബന്ധപ്പെട്ട 4 ക്വസ്റ്റ്യൻ തയ്യാറാക്കുക എന്നാണ് സി ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം, ഒബ്സർവ് ദ പിക്ചർ. നെയിം ദ കോൺസ്റ്റലേഷൻ. എൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. ആൻസർ Saptarshis. Big question, what are the benefits of space stations? Space station കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിയും. We can conduct experiments. അതുപോലെ we can stay there for long periods. ഫോർ ലോങ്, ഒത്തിരി നാൾ നമുക്കവിടെ നിൽക്കാൻ പറ്റും. വി ക്യാൻ സ്റ്റേ ദെയർ ഫോർ ലോങ് പീരീഡ്സ്. കൂടുതൽ കാലത്തിന് നമുക്കവിടെ നിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് എഴുതാം. വാട്ട് പ്രോബ്ലംസ് വുഡ് യു ഫേസ് ഇഫ് യു വെന്റ് ടു ദ സ്പേസ് സ്റ്റേഷൻ? സ്പേസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും? അവിടെ എയർ ഉണ്ടാവത്തില്ല. നോ എയർ, no gravitational force, muscle strain ഒരു വലിയൊരു പ്രോബ്ലം ആണ്. മസിൽ സ്ട്രെയിൻ, ഇതൊക്കെയാണ് പ്രോബ്ലംസ്. നോ എയർ, നോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മസിൽ സ്ട്രെയിൻ. നാലാമത്തെ ചോദ്യം, question 4 has 2 parts, 4A and 4B. Write either 4A or 4B. 4A question, read the statements given below. When a seed germinates, radicle comes out first. The radicle becomes the stem and leaf. Which is the correct statement? ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആവുമ്പോൾ ഇതിൽ എ ആണ്, എ എന്ന ഓപ്ഷൻ ആണ് ശരി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. Rearrange the following table correctly according to the germination of dicot seeds into plant. ഇതിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ്. ആദ്യം പുറത്തേക്ക് comes out first റേഡിക്കിൾ ആണ്. പിന്നെ റേഡിക്കിൾ becomes root. 2 are seen cotyledon. Cotyledon stores food. Comes out later plumule ആണ്. Plumule becomes the stem and leaf. Okay, ഇതിൽ വരിക comes out first, radicle becomes root. 2 are seen cotyledon stores food. Comes out later, plumule becomes the stem and leaf.
A coconut that fell from a coconut tree near the river floated a short distance. It reached a river bank and sprouted there. What are the adaptations of coconut for seed dispersal? കോക്കനട്ടിൽ ഉണ്ടാകുന്ന അഡാപ്റ്റേഷൻ എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ആൻസർ: ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ as its husk is filled with air. Husk is filled with air. Next, it will not rot even if it remains in the water for a few days. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആൻസർ എഴുതിയിട്ടുണ്ടാവും. ബി ക്വസ്റ്റ്യൻ: which one of the following is not related with dispersal of seed? Balsam, lady's finger, rubber, mango. Mango is the answer. Observe the roots of the above plants and write the venation of their leaves. ഇത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. പിക്ചർ 1 റെറ്റിക്കുലേറ്റ് വെനേഷൻ. പിക്ചർ 2 പാരലൽ വെനേഷൻ. Classify the following plants based on their cotyledon and give them a suitable title. Answer: A. Monocot, B. Dicot. സി വരുന്നത്, സിയിൽ നമുക്ക് പാഡി നെല്ല്. ഡി വരുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ. Observe the cartoon. A question: write 2 ways to prevent mosquito breeding. Mosquito breeding തടയുന്നതിനുള്ള 2 കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. ഒബ്സർവ് ഡ്രൈ ഡേ വൺസ് എ വീക്ക്. ഡ്രൈ ഡേ വൺസ് എ വീക്ക്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്ലീൻ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുക. അതുപോലെ വേറെയും ഉണ്ട്. ഓക്കെ. Which of the following groups of communicable disease required vaccination? ഇതിൻ്റെ ആൻസർ വരുന്നത് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ആണ് ആൻസർ വരിക. Which are the correct pairs of airborne diseases? അതിൻ്റെ ആൻസർ വരുന്നത് മീസിൽസ്, കോവിഡ് കറക്റ്റാണ്. ട്യൂബർക്യുലോസിസ്, ചിക്കൻ പോക്സ് കറക്റ്റാണ്. അപ്പോൾ 2 and 4 വരുന്നത് ഡി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 6th question: sand mining from the river cause for the decrease in the water level in nearby wells. What property of water causes this? Water conducts heat, water flows, water maintains its level, water is a universal solvent. Water maintains its level. അതാണ് ആൻസർ. Complete the flow chart related to the change in the state of water. Water cool ആയാൽ ഐസ് ആണ്. വാട്ടർ ഹീറ്റ് ആയാൽ വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഐസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. Write any situations where solubility of water is utilized. For making tea. രണ്ടാം നോക്ക്. ഫോർ മേക്കിംഗ് സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം ഉണ്ടാക്കുമ്പോൾ. ഫോർ മേക്കിംഗ് സോൾട്ട് വാട്ടർ. ഓക്കെ. 2 സിറ്റുവേഷൻസ് എഴുതി നമ്മൾ, ഉപ്പുവെള്ളം ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 5ാം ക്ലാസ്സിലുള്ള ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.